അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. KC വേണുഗോപാലിന്റെ വസതിക്ക് മുന്നിൽ നിന്നാണ് അർജുൻ ചേരുന്നത് മനസ്സിലാക്കുന്നു. അർജുൻ, അങ്ങനെ നിർണായകമായ ചർച്ച അത് ഡൽഹിയിൽ നടക്കുകയാണ്. പക്ഷേ ഈ ചർച്ചകളിൽ നിന്നെല്ലാം KC വേണുഗോപാൽ വിട്ടുനിന്നു. പ്രത്യേകിച്ച് KCയുടെ പേര് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്താണ് ഇനി നടക്കാനിരിക്കുന്ന ചർച്ചയുടെ ഭാവി? KC വേണുഗോപാലും ഈ ചർച്ചയുടെ ഒരു ഭാഗമാകുന്നുണ്ടോ? അശ്മി, പ്രവിത, കേരളത്തിൽ നിന്നെത്തിയ നേതാക്കൾ കേരള ഹൗസിൽ തമ്പടിക്കുമ്പോൾ കേന്ദ്രത്തിൽ തന്നെയുള്ള ഹൈക്കമാൻഡിന്റെ ഭാഗമായിട്ടുള്ള KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ ലോധി എസ്റ്റേറ്റിലുള്ള 51 നമ്പർ വസതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ആ വസതിക്ക് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹം ഈ വസതിയിൽ തന്നെ ഉണ്ട്. ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. മുഖ്യമന്ത്രി ചർച്ചകളിൽ നിലവിൽ അദ്ദേഹത്തിന്റെ പേര് കൂടി പ്രധാനമായും പരിഗണിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹവും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാനായി ഇവിടെ നിന്ന് പോകും. അത് വിളിപ്പിക്കുന്ന സമയത്തായിരിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹവും ഹൈക്കമാൻഡുമായി, പ്രത്യേകിച്ചും കോൺഗ്രസ് അധ്യക്ഷനുമായിട്ടും അതുപോലെ രാഹുൽ ഗാന്ധിയുമായിട്ടും ചർച്ച നടത്താൻ വേണ്ടി പോകുമെന്നുള്ള കാര്യം കൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ KC വേണുഗോപാലിന്റെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് അദ്ദേഹത്തിനൊപ്പമാണ്. ഏറ്റവും കൂടുതൽ നമ്പറുകൾ ഈ ആരാകണം മുഖ്യമന്ത്രി എന്നുള്ള കാര്യം പരിഗണിക്കുന്ന സമയത്ത് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്ന MLA-മാരുടെ പിന്തുണ അത് ഏറ്റവും അധികം ഉള്ളത് KC വേണുഗോപാലിനാണ് എന്നുള്ള ആത്മവിശ്വാസമാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ക്യാമ്പിലും ഉള്ളത്. നേരത്തെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലുള്ള ശ്രമം നടത്തുകയാണ്. പക്ഷേ 2 ദിവസം മുൻപാണ് അദ്ദേഹം അവസാനമായി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അപ്പോൾ പറഞ്ഞത് നിരീക്ഷകർ കേരളത്തിൽ പോയി വരട്ടെ, എല്ലാം ശരിയാകും എന്നുള്ളൊരു പ്രതികരണമായിരുന്നു. പക്ഷേ പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ വലിയ തോതിൽ തകിടം മറിഞ്ഞത്. അതായത് KC വേണുഗോപാലിന്റെ പേര് ഏറ്റവും മുന്നിലേക്ക് വരുന്നു. അത് വലിയ തോതിൽ മറ്റ് നേതാക്കളിലൊരു അസ്വസ്ഥതയുണ്ടാക്കുന്നു, അതൃപ്തി ഉണ്ടാക്കുന്നു. എന്തായാലും ഇപ്പോൾ KC വേണുഗോപാലിന്റെ വീടിന് മുന്നിലും നമുക്ക് കേരളത്തിലും അതുപോലെ മറ്റിടങ്ങളിലുമെല്ലാം കണ്ടുപോലുള്ള ഫ്ലെക്സുകൾ കാണാൻ സാധിക്കും. ഇത് പക്ഷേ ഡൽഹി ഘടകങ്ങൾ വെച്ചിട്ടുള്ള ഫ്ലെക്സാണ്. ഒന്ന് വലിയൊരു ഫ്ലെക്സ് തന്നെയാണ്. രാഹുൽ ഗാന്ധിക്കൊപ്പം തന്നെ വലിയ ചിത്രത്തിൽ KC വേണുഗോപാലിന്റെ ചിത്രമാണ് ഉള്ളത്. അതുപോലെ തന്നെ മറുപുറത്തും മറ്റൊരു ഫ്ലെക്സ് കൂടിയുണ്ട്, രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും കൂടിയുള്ളത്. ഇതിൽ KC വേണുഗോപാലിന് നറുക്ക് വീഴുകയാണെങ്കിൽ അതിൽ ഈ പ്രധാനമായിട്ടും പരിഗണിക്കുന്ന 3 കാര്യങ്ങൾ. ഒന്ന് MLA-മാരുടെ പിന്തുണ, ഘടകകക്ഷികളുടെ വികാരം, പൊതുവികാരം, ജനവികാരം. അതിനൊപ്പം തന്നെ KC വേണുഗോപാൽ സംഘടനാ MLA-മാരുടെ നേതാക്കളുടെ പിന്തുണ, അണികളുടെ പബ്ലിക് സെന്റിമെന്റ്സ്, പിന്നെ ഘടകകക്ഷി പിന്തുണ, അതിനിടയിൽ തീരുമാനമെടുക്കാൻ കഴിയാൻ നട്ടം തരുന്ന ഹൈക്കമാൻഡ് ഈ ദിവസങ്ങൾ കാണുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.